നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സോളാറിൻ്റെ എനർജി നമ്മുടെ കേരളത്തിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ള റിസർച്ചിലാണ് അവരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ കൂടിയ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന 23% ഇലക്ട്രിസിറ്റി മാത്രമേ ഉള്ളൂ. ബാക്കി 77% വെളിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ്. ഈ സോളാർ വന്നതോടുകൂടി അതിൻ്റെ പ്രൊഡക്ഷൻ ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രോഗ്രാം പ്രകാരം എല്ലാ വീട്ടുകളിലും സോളാർ 78,000 രൂപയുടെ സബ്സിഡിയോടുകൂടി വരുന്നതിൻ്റെ ഭാഗമായി ഒരു 50% മേളിൽ നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ പ്രൊഡക്ഷൻ സോളാറിൽ നിന്നുണ്ടാവുകയും ഇവർക്ക് അതിന് അനുവാദികമായ പർച്ചേസിങ് ഇല്ലാതായാൽ കമ്മീഷൻ അതിനകത്ത് കുറയും. ആ ഒറ്റ കാരണത്താൽ ഏതൊക്കെ രീതിയിൽ ഇതിനെ ഇല്ലാതാക്കാം, നമുക്കൊരു ഇതിനകത്ത് റെഗുലേറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് വെച്ചേക്കുന്ന കൺസ്യൂമർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അവരിതിനകത്ത് നിന്നുകൊണ്ട് എങ്ങനെ പിടിച്ചു പറിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് മിനിമം ഫിസിക്കൽ മീറ്റിംഗ് ആൾക്കാരിൽ കേട്ടിട്ട് തീരുമാനമെടുക്കണമെന്നാണ് ആ ജുഡീഷ്യറി ബോഡിക്കുള്ള അധികാരമുള്ള ഒരു കമ്മിറ്റിയെ വെച്ചേക്കുന്നത്. ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്ന 1-2 തവണ ആദ്യമായിട്ട് നമ്മൾ ചോദ്യം, ഞങ്ങളൊരു സംഘടന ഡൊമസ്റ്റിക് കോൺക്രീറ്റ് പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ഞാൻ. സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് എബിൻ വർഗീസ്. എൻ്റെ പേര് അബ്ദുൽ സത്താർ എന്നാണ്, എം എ സത്താർ എന്നാണ്. അപ്പോൾ ഞങ്ങളിതിൽ ഇടപെട്ട് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് ഇടപെടുകയാണ്. അങ്ങനെ പ്രൊസ്യൂമറുടെ ഭാഗത്തു നിന്ന് ആദ്യമായിട്ട് ഇടപെടുകയാണ്. അങ്ങനെ ഒരു തവണ മീറ്റിംഗ് നടന്നു കഴിഞ്ഞ് ഇപ്പോൾ കഴിഞ്ഞ മാസം മീറ്റിംഗ് വന്നപ്പോഴത്തേക്ക് ഒരു ഓഫ്ലൈൻ ഇല്ല, ഓൺലൈനേ കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ പോയി ഹൈക്കോർട്ടിൽ നിന്ന് അനുകൂലമായ വിധി വാങ്ങിച്ചു. അപ്പോൾ ഒരു ജുഡീഷ്യറി ബോഡി കേൾക്കുക എന്നുള്ള മിനിമം ന്യായമാണ്. അത് ഏത് കോടതിയിൽ പോയാലും നടക്കത്തില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വീണ്ടും അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി പ്രഖ്യാപിച്ചു. ഇപ്പം ഇതിനെ അമസ്ക്യൂരി ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള നിയമ നടപടികൾ വീക്ഷിക്കാനും അത് റിപ്പോർട്ട് തയ്യാറാക്കാനും സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഓടിച്ചിട്ട് ഇപ്പോൾ ഇവർ വീണ്ടും ഇത് ഞാനിപ്പോൾ പുതിയ കേസ് 2 കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അത് നാളെ ഫയലിൽ സ്വീകരിക്കും. അങ്ങനെ വന്നാൽ മിക്കവാറും ഈ അതോറിറ്റിയെ തന്നെ പിരിച്ചുവിടും. കാര്യം ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു അതോറിറ്റിയാണ് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതിൻ്റെ സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവരിപ്പോൾ വീണ്ടും ഈ ഫിസിക്കൽ ഹിയറിംഗ് എന്ന് പറയുന്ന ഇവർ ചെയ്തേക്കുന്ന വീണ്ടുമുള്ള പണി എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് 2 MB 3 MBയിൽ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക, 100 ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിനകത്ത് നമ്മൾ ഫിസിക്കൽ ഹിയറിംഗ് എന്ന് പറയുന്നത് 50-60 വയസ്സുള്ള പ്രൊസ്യൂമേഴ്സാണ് ഇതിനകത്തുള്ളത്. മക്കളുണ്ടെങ്കിൽ തന്നെ അവർ വെളിയിലായിരിക്കും. അപ്പോൾ അവർക്കാണിത് പങ്കെടുക്കേണ്ടത്. അവരെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള എങ്ങനെ ഒക്കുക എന്നുള്ളത്. ഇപ്പോൾ സുപ്രീം കോർട്ടിനെക്കാട്ടി വലിയ നിയമ നടപടികൾ പോലെ ഇപ്പോൾ പറയുന്നത് അതിനകത്ത് ചെല്ലുന്നവർ വാർത്തിയിരിക്കണം, മിണ്ടരുത്, 200 മീറ്റർ മൊബൈൽ കൊണ്ടുവരരുത്, ഇങ്ങനെയൊക്കെയുള്ള റൂളൊക്കെ ഞാൻ ഇറക്കിയേക്കുന്നുണ്ട്. ഞാൻ കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്, ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ ഈ 3 ദിവസത്തെ അവധിയാകേണ്ട ഡിലേ ആണ്. ഇങ്ങനെ പോകുമ്പോൾ ഇതിനകത്തുള്ള മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ഈ KSEBയുടെ 2012 ഗസറ്റ് വിജ്ഞാപന പ്രകാരം, ഗവൺമെൻറ് വിജ്ഞാപന പ്രകാരം ഒരു കൺസൾട്ടിയെ നിയമിക്കണമെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് പാടില്ല എന്ന്, അതുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് 2016 KSEB എംപ്ലോയീസ് റിട്ടയർഡായ 2016 മുതൽ KSEBയിൽ റിട്ടയർഡുമായ എംപ്ലോയികളെ ആണ് ഇപ്പോൾ ഈ റെഗുലേഷൻ അതോറിറ്റിയായിട്ട് നിയമിച്ചിരിക്കുന്നത്. അതും പർച്ചേസിങ് സെക്ഷനിൽ നിന്നവരാണ് ഇപ്പോൾ കമ്മീഷൻ അങ്ങോട്ടുള്ളത്. അപ്പോൾ അതിനകത്തുള്ള കളി എന്താണെന്നുള്ളതും, രണ്ടാമത് ഇവർക്ക് അതിനകത്ത് ഇരിക്കാൻ യാതൊരു യോഗ്യതയില്ല എന്നുള്ളത് വിവരാവകാശ പ്രകാരം അവർ തന്നെ തന്ന മറുപടിയിൽ ഇപ്പോൾ പെട്ടിരിക്കുകയാണ്. അത് മൊത്തമുണ്ട്. KSEBയുടെ തസ്തിക 2021 വരെ ഇരുന്ന ആളാണ് 2022 കമ്മീഷനായിട്ട് വന്നിരിക്കുന്നത്. ആ തീരുമാനങ്ങൾ ആർക്ക് അനുകൂലമായിട്ട് അവരെടുക്കുക എന്നുള്ളത് നിഷ്പന്ദിക്കേണ്ടതാണ്. എന്നിട്ട് ഇവർ സ്റ്റേറ്റ്മെൻറ്റ് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന കോൺഫ്ലിക്റ്റ് ഇല്ല എന്നുള്ളതാണ്. എങ്ങനെ ഇല്ലാതെ വരുന്നത്? ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവർ ഇതിനകത്ത് വരാൻ പാടില്ല എന്ന് ഗസറ്റ് വിജ്ഞാപനമുണ്ട്. 2016 കോടതി ഉത്തരവുണ്ട്, സുപ്രീം കോർട്ട് ഓർഡറുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു
വടക്കേ ഇന്ത്യയിൽ നടന്ന ഒരു കോടതി ഉത്തരവ് അത് ഹാജരാക്കി ബാക്കി മറച്ചു വെച്ചിട്ടാണ് ഒരു ചെറിയ ഉത്തരവ് നേടി ആ പോസ്റ്റിൽ കയറിയത്. എന്നാൽ ഇതിനകത്ത് ആമുഖം പറയുകയാണെങ്കിൽ കമ്മീഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ബോഡിയാണ്. അതിൽ നമ്മളൊരു കോംപ്ലക്റ്റ് തെളിവ് സഹിതം ഹാജരാക്കിയാൽ അതിൽ വ്യക്തമായ നടപടിയെടുക്കാൻ കമ്മീഷന് ബാധ്യതയുണ്ട്. തെളിവ് സെക്ഷൻ 85.5 പ്രകാരം 2012 കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നാണെന്ന് സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം UP ചെയർമാനായി നിയമിക്കാൻ പോയ ആളുടെ നിയമനം സുപ്രീം കോടതി റദ്ദാക്കിയ ഉത്തരവ് നിലവിലുണ്ട്. ഇത് പ്രകാരം യാതൊരു നടപടികളും പാലിക്കാതെയാണ് ഇവിടെ മെമ്പർമാരുടെ നിയമനം ഇപ്പം നടത്തിയിട്ടുള്ളത്. 2012 ഗസറ്റ് വിജ്ഞാപന പ്രകാരം ഒരു കൺസൾട്ടൻറ്റിനെ പോലും നിയമിക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുള്ളതും അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യണമെന്നും അതിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനത്തിരിക്കുന്നവർ ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പ്രശ്നം നടത്തിയിട്ട് അവരെഴുതി തയ്യാറാക്കി വെച്ചേക്കുന്ന അജണ്ട നടപ്പാക്കുക എന്നുള്ളതാണ്. അതായത് 1000 കിലോവാട്ട് അലൗഡ് ഉണ്ടായിരുന്ന ഈ സോളാർ പ്രൊസീമേഴ്സിന് വെക്കാൻ അലൗഡ് ഉണ്ടായിരുന്നത് 3 കിലോവാട്ടായിട്ട് അവരൊക്കെ മിനിമൈസ് ചെയ്യുകയാണ് ഒറ്റ സ്റ്റെപ്പിന്. 3 കിലോവാട്ട് എന്ന് പറയുമ്പോൾ 12 യൂണിറ്റാണ് ഒരു ദിവസം ഒരു വ്യക്തി ഉൽപ്പാദിക്കപ്പെടുന്നത്. അപ്പോൾ 1000 നിന്ന് കൊണ്ടുവരും. ബാക്കിയുള്ള സ്റ്റേറ്റിലെല്ലാം നിലവിലുണ്ട്, ഇതേ നിയമങ്ങളുണ്ട്. മിനിമം 50 കിലോവാട്ടിലും ഉണ്ട്. ഇത് 1000 നിന്ന് 3 കൊണ്ടുവരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണ്? പിന്നെ ഇപ്പം നമ്മൾ കാറുകൾ, ഇലക്ട്രിക് കാറുകൾ 70 കിലോവാട്ട് സ്റ്റാർട്ടിങ്, നേരത്തെ 30, ഇപ്പോൾ 70 സ്റ്റാർട്ടിങ് വണ്ടികൾ. 50% 2030 ഇലക്ട്രിക് വെഹിക്കിൾ വരുവാണ്. അപ്പം നമുക്ക് വരുന്ന ഡിമാൻഡ് കറണ്ടിന് ഇത് ഇവരെവിടുന്ന് കൊണ്ടുവരും? ഇവർക്ക് അതിന് സോഴ്സ് ഉണ്ടോ? ഇവരൊരു കാര്യം ചെയ്യട്ടെ, ഇത് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സായിട്ടുണ്ട്, ഇവരെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പാർട്ടിയോട് വരട്ടെ, സെക്കൻഡ് പാർട്ടിയോ തേർഡ് പാർട്ടിയോ വരട്ടെ, കോമ്പറ്റീഷനാവട്ടെ, ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും. നമ്മൾ 1 GB ഡാറ്റ 250 രൂപ കൊടുത്ത് മേടിച്ചിട്ട് 5 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ വരട്ടെ. നമുക്കിപ്പോൾ ചോയ്സ് ഇല്ല. ഒരു ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്ത് നോക്ക്. 10 യൂണിറ്റ് അവരുടെ താരിഫ് അനുസരിച്ച് 6 രൂപ ആയിരിക്കും. 400 രൂപ ഒരു ബില്ല് അങ്ങനെ വരുന്ന ഒരു കസ്റ്റമർക്ക് വരുന്ന 900 രൂപയുടെ ബില്ലാണ്. ബാക്കി എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഫ്യൂവൽ ചാർജ്, നാഫ്ത, ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ പറഞ്ഞ് ഇത് ഒന്നും വ്യക്തതയല്ല. അപ്പോൾ 2-3 തവണ നമ്മൾ വ്യക്തതയാക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്ത് അത് ഇംഗ്ലീഷിലുള്ള മലയാളത്തിൽ അതിൻ്റെ തർജ്ജമ ചെയ്ത് മലയാളത്തിൽ ബില്ലാക്കി. അപ്പോൾ ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ്. ഒരു സാധനത്തിന് എന്തായാലും MRP വരുമല്ലോ, അങ്ങനെ ഒരു റേറ്റ് ഒരു തീരുമാനിക്കില്ല. അങ്ങനെ വരുമ്പോൾ ഈ 8 രൂപ 6 രൂപ എന്ന് പറയുന്നത് 12 രൂപയും നമുക്ക് മിനിമം ഒരു യൂണിറ്റ് റേറ്റ് വരുന്നത്. ഇതൊന്നും ലിസ്റ്റിൽ വരുമ്പോഴും വരുന്നത് 6 രൂപ 20 പൈസ, 5 രൂപ 20 പൈസ, 40 രൂപ, 4 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ ജനങ്ങളെ പറ്റിക്കും. നിങ്ങൾ ആ ബില്ല് കാൽക്കുലേറ്റ് ചെയ്താൽ 12 രൂപ നമുക്കൊരു യൂണിറ്റിന് വരുന്നു. ബാക്കിയുള്ള റേറ്റ് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ നാഫ്ത, അങ്ങനെയൊക്കെ കുറേ കണക്കുകൾ എന്തുവാണെന്ന് നമുക്കത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ 2-3 തവണ കമ്മീഷനായിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അതുകൊണ്ടത് ഇപ്പോൾ മലയാളമാക്കിയിട്ടുണ്ട്, അതിൻ്റെ തർജ്ജിമ മലയാളത്തിൽ. ഇത് ആരും ചോദ്യം ചെയ്യാനില്ല. ഒരു 10 പൈസ കൂട്ടിയാൽ എത്ര കോടി രൂപയാണ് ഒരു മാസം അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ്? ഈ പൈസ എല്ലാം ഇവിടെ പോകുന്നു, ഓഡിറ്റിംഗ് ഇല്ല. ആകെ കൂടി പറഞ്ഞ 50 യൂണിറ്റ് BPL-കാർക്ക് കൊടുക്കുന്നുണ്ടാണ്. BPL-കാർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തീരുമോ? ഈ കിട്ടാനുള്ള കണക്ക് ഓഡിറ്റിംഗ് ഇല്ല മെയിനായിട്ട്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി സംസാരിക്കും. സംഘടന ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ അസോസിയേഷൻ ആണെങ്കിൽ കൂടിയും ഞങ്ങൾ കോടതിയിൽ ഞങ്ങളുടെ കേസിന് പോയിരിക്കുന്നത് ഈ സംസ്ഥാനത്തെ മുഴുവൻ ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കൾക്കും വേണ്ടിയിട്ട് കൂടിയാണ്. കാര്യം ഈ റെഗുലേറ്ററി അതോറിറ്റിയാണ് നമ്മുടെ താരിഫിനെയും മറ്റ് ഇലക്ട്രിസിറ്റി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും നിശ്ചയിക്കേണ്ട ക്വാസി ജുഡീഷ്യൽ ബോഡി. ആ ബോഡി ഒരു തീരുമാനമെടുക്കുകയും ഓൺലൈനായിട്ട് മാത്രം ഹിയറിംഗ്, അതായത് ഫിസിക്കൽ ഹിയറിംഗ് ഒഴിവാക്കിക്കൊണ്ട് കോടതി കൂടുന്നത്, നമ്മൾ കോടതിയായി കണക്കാക്കുകയാണെങ്കിൽ ആ കോടതി കൂടുന്നത് ഫിസിക്കലി ഇല്ല, ഓൺലൈൻ മാത്രമാക്കിക്കൊണ്ടൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെതിരെയാണ് 28/7/2025 നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി അദ്ദേഹം കോടതിയിലെത്തി. കോടതിയിൽ അനുകൂലമായ വിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ ഹിയറിംഗ് കർശനമായി നടത്തണം എന്നൊരു ഉത്തരവ് സമ്പാദിച്ചു. ആ ഉത്തരവ് നിലനിൽക്കെ നമുക്കറിയാം അത് സ്റ്റേറ്റിന് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതല്ല. ഇങ്ങനെ ഒരു ജുഡീഷ്യൽ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ നാളിതുവരെ ഒരു പ്രശ്നം റിപ്പോർട്ട് ചെയ്ത സ്ഥലമല്ലാന്ന് കൂടി ഓർക്കണം. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോഴ്സിനെ വിളിക്കാം എന്ന് വരെ സംസ്ഥാനത്തിലെ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു.
എന്നിട്ടും അവിടെ കൊണ്ട് തീർന്നില്ല. നമ്മുടെ സംസ്ഥാനത്തിലെ ഖജനാവ് അല്ലെങ്കിൽ നമ്മുടെ പൊതു നികുതി പണം എടുത്തുകൊണ്ട് ഈ റെഗുലേറ്ററി അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു ഈ ഹൈക്കോടതി വിധി മാറ്റി കിട്ടുന്നതിന് വേണ്ടി. അതിലും പക്ഷേ സുപ്രീം കോടതി അതിൽ വ്യക്തമായ നിലപാടെടുത്തത് എന്താണെന്നാൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ ശരിവെച്ചുകൊണ്ടാണ്. അത് മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും ഒരു അമിക്കസ് ക്യൂറിയെ കൂടി നിർദ്ദേശിച്ചുകൊണ്ട് നിയമിക്കുന്നതിന് നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡർ നിലനിൽക്കെ ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ ഹിയറിംഗ് നടത്തണമെന്നുള്ളപ്പോൾ പോലും ഈ കേരള സ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പങ്കെടുക്കാൻ കഴിയാത്ത രീതിയിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ നടത്താൻ കഴിയുകയുള്ളൂ എന്ന സ്റ്റാൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. നമ്മുടെ ആവശ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക്, സാധാരണപ്പെട്ട കൺസ്യൂമേഴ്സിന്, എല്ലാവർക്കും, അത് ഈ പറഞ്ഞ പോലെ സോളാർ പ്രൊസ്യൂമേഴ്സിന് മാത്രമല്ല എല്ലാവർക്കും പങ്കെടുക്കേണ്ട ഒരു വേദിയാണത്. അതിൽ പങ്കെടുക്കുന്നതിന് സ്പോട്ട് എൻട്രി അല്ലെങ്കിൽ സ്പോട്ട് രജിസ്ട്രേഷൻ ഉൾപ്പെടുത്തണം. നമുക്ക് വേണമെങ്കിൽ കൺസ്യൂമർക്ക് ബില്ല് കൊണ്ടുപോയി കാണിച്ച് അവർ ഉപഭോക്താവാണെന്ന് തെളിഞ്ഞതിന് ശേഷം അകത്ത് കയറ്റിയാൽ മതി. പക്ഷെ അങ്ങനെ കയറ്റുവാനുള്ള ഒരു സംവിധാനം വേണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ അതിലും അവർ തയ്യാറാകാതെയാണ് ഈ വരുന്ന 22-ന് തിരുവനന്തപുരത്ത് ഹിയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ അവരോട് തന്നെ ഞങ്ങൾ അതിന് ഈ പറഞ്ഞ പോലെ വിധിയുടെ അടിസ്ഥാനത്തിൽ, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവർക്ക് അത്തരത്തിലൊരു റിക്വസ്റ്റ് ലെറ്റർ നമ്മൾ ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നടത്താൻ കഴിയില്ല, എല്ലാ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം ഇത്തരത്തിൽ നടത്തണം എന്ന് പബ്ലിക് ഹിയറിംഗ് നടത്തേണ്ടത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങളിൽ ഇങ്ങനെ നിരന്തരമായി ജനദ്രോഹപരമായി ഈ പറഞ്ഞ റെഗുലേറ്ററി അതോറിറ്റി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുടെ യോഗ്യതയെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കാനിടയായ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് നേരത്തെ സാർ ഇവിടെ പറഞ്ഞത്. ഒരു തരത്തിലും പ്രിജുഡീസ് ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും ഒരു ജുഡീഷ്യൽ ബോഡിയിൽ വരാൻ പാടില്ല എന്നത് എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ ആ പ്രിജുഡീസായി വരാൻ പാടില്ല എന്ന് പറയുമ്പോഴും 2021 ജോലിയിൽ നിന്ന് KSEBിയിലെ ഉന്നത പദവിയിൽ നിന്ന് രാജിവെച്ച ആളും ഇന്നിപ്പോൾ ബോർഡ് അംഗമായി നിലവിൽ നിൽക്കുന്നു എന്നത് വളരെ ഞങ്ങൾക്ക് അത്ഭുതാവഹമായിരുന്നു. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ. അപ്പോൾ അത്തരത്തിൽ ഉള്ള നിയമവിരുദ്ധമായി 2016 ശേഷം അങ്ങനെ യാതൊരു തരത്തിലും നിയമനം നടത്താൻ പാടില്ല എന്നാണ് ഗവൺമെൻറ് വിജ്ഞാപനം. അത് ഇരിക്കുമ്പോൾ പോലും അത്തരത്തിലുള്ള ആൾക്കാരെ പോലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ഇത് സുതാര്യമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ആലോചിക്കാം. സാധാരണപ്പെട്ട ഒരു ജനം അല്ലെങ്കിൽ സാധാരണ ജനം ഒരു കാര്യത്തിന് വേണ്ടി ഒരു ജുഡീഷ്യൽ ബോഡിയെ സമീപിക്കുകയാണ്. ഈ തരത്തിൽ താരിഫ് കൂടുന്നതിനെ സംബന്ധിച്ചോ മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് സമീപിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ KSEBിയുടെ ആൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു ഭാഗത്തിൻ്റെ ആൾ എങ്ങനെയാണ് ഇരുന്നുകൊണ്ട് ഒരു ജുഡീഷ്യൽ ബോഡിയിൽ അംഗമാകുക എന്നതും ഞങ്ങൾ ചോദ്യം ഉയർത്തുകയാണ്. അത് കോടതിയിൽ ഞങ്ങൾ അത് സംബന്ധിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത് ഇത് ജനങ്ങളിലേക്ക് നാളെ മുതൽ നടക്കാനിരിക്കുന്ന ഈ പറഞ്ഞ KSEBയും സാധാരണ ജനങ്ങളുമായുള്ള ഈ പറഞ്ഞ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെയുള്ള ഹിയറിംഗിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. ജനങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി ഇത് സംബന്ധമായി ബോധവൽക്കരണം അവരുടെ ഇടയിലേക്ക് ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.